നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ വളരെ കൃത്യവും ഗൗരവമായിട്ടുള്ള അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭീകരവാദികൾക്ക് ഒരു പഴുതുപോലും ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണത്തോട് കൂടിയിട്ടുള്ള തെരച്ചിലൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ സുരക്ഷയാണ് നമ്മുടെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഒരാൾ കൂടി പിടിയിലാവുകയാണ്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നത്. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് ശേഷം പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരു പഞ്ചാബ് സ്വദേശിയായ മറ്റൊരു യൂട്യൂബറാണ് പിടിയിലായത്. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ് വലിയ രീതിയിൽ തന്നെ വിവാദമായിട്ടുണ്ടായിരുന്നു. ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലടക്കം പാകിസ്ഥാൻ സന്ദർശിച്ചതിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് പാക് നയതന്ത്രജ്ഞരൊക്കെ തന്നെ കാണുന്നതിൻ്റെയും കൂടിക്കാഴ്ചകളുടെയൊക്കെ തന്നെ വീഡിയോസ് ഒരുപാട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു യൂട്യൂബർ കൂടി ഇപ്പോൾ പിടിയിലാകുന്നത്. ജാൻമഹൽ വീഡിയോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്ബീർ സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ ഉദ്യോഗസ്ഥരാണ് ജസ്ബീർ സിംഗിനെ പഞ്ചാബിലെ രൂപ് നഗറിൽ നിന്ന് പിടികൂടിയത്. പാക് ചാരസംഘടനയായ ISIലെ അംഗമായ ഷാക്കിർ എന്നയാളുമായി ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടെന്നാണ് പഞ്ചാബ് പോലീസിന്റെ കണ്ടെത്തൽ. അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുമായും ജസ്ബീറിന് അടുപ്പമുണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജ്യോതി അടുപ്പം പുലർത്തിയിരുന്ന ഇന്ത്യ പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായും ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടായിരുന്നു. നിരവധി പാകിസ്ഥാൻ നമ്പറുകൾ ഇയാളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. 3 തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജസ്ബീർ സിംഗ് ഡൽഹിയിലെ പാക് എംബസിയിൽ നടന്ന പ്രധാന ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ജ്യോതി മൽഹോത്ര അറസ്റ്റിലായ ശേഷം പാകിസ്ഥാൻ നമ്പറുകളും അവരുമായി നടത്തിയ ചാറ്റും നീക്കം ചെയ്യാൻ ജസ്ബീർ ശ്രദ്ധിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്ബീർ സിംഗിനെ പിടികൂടിയതെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു ചാര ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ജൻമഹൽ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്ബീർ സിംഗിന് 11 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഭീകരവാദ പിന്തുണയുള്ള ചാരവൃത്തി സംഘത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്ന ഇന്ത്യൻ വംശജനായ ഷാക്കിർ അഥവാ ജഡ് രൺധാവയുമായും ജസ്ബീറിന് അടുപ്പമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിൽ നടന്ന പാകിസ്ഥാൻ ദേശീയ ദിന പരിപാടിയിലും ജസ്ബീർ സിംഗ് പങ്കെടുത്തിരുന്നു. ഈ പരിപാടിയിൽ വെച്ച് പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ, വ്ളോഗർമാർ എന്നിവരുമായി ജസ്ബീർ സിംഗ് കൂടിക്കാഴ്ച നടത്തി. 2020, 2021, 2024 വർഷങ്ങളിലായി ഇയാൾ പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. ജസ്ബീർ സിംഗിൽ നിന്നും കണ്ടെത്തിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്ന ഫോൺ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയ്ക്ക് ഇനിയും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റ് നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവർ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാം. പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി, ലാഹോറിൽ പര്യവേക്ഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി, കറ്റാസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി, പാകിസ്ഥാനിലെ ആഡംബര ബസ്സിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിൽ നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ഏകദേശം 2 മാസം മുമ്പ് ലാഹോറിലെ അനാർക്കലി ബസാർ, കടാസ് രാജ് ക്ഷേത്രം എന്നിവ സന്ദർശിച്ചതായും രാജ്യത്തുടനീളമുള്ള ഒരു ബസ് യാത്രയും കാണിക്കുന്ന നിരവധി വീഡിയോകളും റീലുകളും അവർ പോസ്റ്റ് ചെയ്തു. അവരുടെ ഇൻസ്റ്റഗ്രാം അടിക്കുറിപ്പുകളിൽ ഒന്ന് ഇഷ്ക് ലാഹോർ അല്ലെങ്കിൽ ലവ് ലാഹോർ എന്നാണ്. കൂടാതെ അവരുടെ വീഡിയോകളിൽ ഇന്ത്യൻ പാകിസ്ഥാൻ സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളും പാകിസ്ഥാൻ ഭക്ഷണ രീതികളുടെ കവറേജും ഉൾപ്പെടുത്തിയിരുന്നു. ബാങ്കോക്ക്, ബാലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലാന്റിലും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും ജ്യോതി മൽഹോത്ര സംസാരിക്കുന്നത് കാണാം. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട്. ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളും. സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സുകളിലുണ്ട്. ആഡംബരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനാൽ ഈ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ വളരെ ചിലവേറിയതാണ്. ഇതിനിടയിൽ ഇന്ത്യയിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളെക്കുറിച്ചുള്ള വീഡിയോകളും ജ്യോതി മൽഹോത്ര ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ സുഖകരമായ യാത്രയ്ക്കും മികച്ച സവിശേഷതകൾക്ക് പേരുകേട്ടതാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനികൾക്ക് വേണ്ടി ജോലി ചെയ്തുവെന്ന് പറയാം. അതിൽ നിന്ന് അവർ തീർച്ചയായും പണം സമ്പാദിച്ചിട്ടുണ്ടാകണം. അത് അവരുടെ ആഡംബര ജീവിതശൈലിയുടെയും ആഡംബര യാത്രകളുടെയും ചിലവുകൾ വഹിക്കുമായിരിക്കും. എന്നാൽ ഇതിലെല്ലാം ഇന്ത്യയുടെ സുരക്ഷയെ അപകടത്തിലാക്കിയിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വാട്സപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് യഥാക്രമം 3,77,000 സബ്സ്ക്രൈബർമാരും 1,33,000 ഫോളോവേഴ്സുമുണ്ട്.
2023 കമ്മീഷൻ ഏജന്റുമാർ വഴി ക്രമീകരിച്ച വിസ ഉപയോഗിച്ച് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത്. ഈ സമയത്ത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹീമുമായി അവർ ബന്ധപ്പെട്ടു. പിന്നീട് റഹീമുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുകയും അദ്ദേഹം അവളെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം ജ്യോതി മൽഹോത്ര ഈ രഹസ്യാന്വേഷണ ഏജൻസി അംഗങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ചാരവർത്തി ശൃംഖലയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ പങ്കുവച്ചതായും ആരോപിക്കപ്പെടുന്നു. അവർ 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും റഹീമിന്റെ കൂട്ടാളിയായ അലി അഹ്വാൻ അവിടെ ആതിഥേയത്വം വഹിച്ചതായി റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത് വീണ്ടും ഒരു യൂട്യൂബറാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഇനിയും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമായിരിക്കും മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ.